അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ബാസി ഖിലാഫത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ കാലത്തുണ്ടായിരുന്ന കലാ സാമൂഹിക സാംസ്കാരിക വികസനം, അതുപോലെ ആ കാലത്ത് തന്നെയുള്ള ഈ സയൻസുമായി ബന്ധപ്പെട്ട വിവിധ വിജ്ഞാന ശാഖകളിലുള്ള വികാസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അബ്ബാസി ഖിലാഫത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഉമയ്യ ഖിലാഫത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ വൈവിധ്യം തന്നെയാണ്. പ്രധാനമായും അറബ് കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി അബ്ബാസി ഖിലാഫത്തിൽ കൂടുതൽ നോൺ അറബ് സമൂഹത്തെ ഉൾക്കൊള്ളിക്കുന്ന ഒരു തലത്തിലേക്കുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നത് അബ്ബാസി ഖിലാഫത്തിൻ്റെ ഏറെ കാലത്തെ നിലനിൽപ്പിന് സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു. അറബ് വൽകൃത സമീപനം സ്വീകരിച്ചത് കൊണ്ട് തന്നെ, അതായത് അറബ് സമൂഹത്തെ, അറബ് ഭാഷയോ അറബ് സമൂഹത്തെ മാത്രം അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത അമവി ഖിലാഫത്തിന് അത് അവരുടെ ഒരു തകർച്ചയുടെ പ്രധാന കാരണമായി മാറിയിരുന്നല്ലോ. പക്ഷേ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാവാം, അല്ലെങ്കിൽ അതിനോട് തന്നെയുള്ള ഒരു റിയാക്ഷണറി പ്രവർത്തനമായിട്ടുകൊണ്ട് തന്നെയാണ് അബ്ബാസി റെവല്യൂഷൻ തന്നെ ഉണ്ടായത്. സ്വാഭാവികമായും പിന്നീട് അവരുടെ ഭരണകാലഘട്ടത്തിനിടയിൽ അറബിയൻ, പ്രത്യേകിച്ച് ഇറാനികളായ, പേർഷ്യക്കാരായ വിവിധ മതസമൂഹങ്ങളിലുള്ള ജൂസ്, ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും അതുപോലെ തന്നെ തുർക്ക് വംശജരെയും സെൻട്രൽ ഏഷ്യൻ ഭാഗത്തുള്ള വിവിധ രാഷ്ട്രീയ മിലിറ്ററി നേതാക്കന്മാരെയും എല്ലാം അബ്ബാസി ഖിലാഫത്തിൽ ഭരണരംഗത്തേക്കും മിലിറ്ററിയുടെയും അതുപോലെ തന്നെ പൊളിറ്റിക്സിലേക്കൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചരിത്രമാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ ഇതായിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇതാണ് ഒരു പ്രധാനമായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പോയിന്റ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, സാധാരണ അറബ് ഹിസ്റ്റോറിയന്മാർ അല്ലെങ്കിൽ അറബ് സമൂഹത്തിൻ്റെ ഹിസ്റ്ററിയെ വിശദീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ഉമയ്യ ഖിലാഫത്തിന് ഏറെക്കുറെ ഒരു സെക്കുലർ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു വായന ഉണ്ട്. അതായത് ഉമയ്യ ഖിലാഫത്ത് കൂടുതൽ അവരുടേതായ ഭരണ സംവിധാനം നടത്താൻ വേണ്ടി നമ്മൾ പിന്നീട് വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളിലെ മുസ്ലിം ഭരണാധികാരികൾ ഒരു രാജഭരണകൂടത്തിന് അവരുടേതായി ഉണ്ടാക്കിയ നിയമസംഹിതകൾ പിന്നീട് നടപ്പിലാക്കി എന്ന് പറയുന്ന ഒരു വായന ഉണ്ടല്ലോ. അത് ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ രാജഭരണകൂടത്തിൻ്റെ സംവിധാനം തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭരണരീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ശരീഅത്തും അതുപോലെ തന്നെ സുൽത്താൻ്റെ ഉത്തരവും പലപ്പോഴും വേറെ വേറെ മാറ്റി വകതിരിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സംവിധാനം ഉമയ്യ ഖിലാഫത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു എന്ന ഒരു വായനയുണ്ട്. അതായത് സെക്കുലർ ഭരണ സംവിധാനം ഉമയ്യ ഖിലാഫത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്ന ഒരു വായനയുണ്ട്. പക്ഷേ ഏറെക്കുറെ തെറ്റായ വായനയും കൂടിയാണ് ഇത്. ഈ പോയിന്റ് പറയാൻ കാരണം അബ്ബാസി ഖിലാഫത്തിൽ ശരീഅത്ത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു, ഉമയ്യ ഖിലാഫത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന ഒരു ചരിത്ര വായന ഏറെക്കുറെ തെറ്റാണ്. കാരണം രണ്ട് പേരും അവരുടെ ഒരു റിലീജിയസ് ലെജിറ്റിമസി, അവരുടെ ഖിലാഫത്തിനുള്ള ഒരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി ലഭിക്കുന്നത് ശരിയാത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണ സംവിധാനത്തിൽ കൂടെയാണ്. എങ്ങനെ അത് പിൽക്കാലത്ത് അവരുടെ ശൂറ കാര്യങ്ങളിലും ഭരണ സംവിധാനങ്ങളിലുമെല്ലാം ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാന നിയമസംഹിത ശരീഅത്ത് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഞാനിത് പറയാൻ കാരണം അബ്ബാസി ഖിലാഫത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ കൂടുതൽ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു എന്നുള്ള വായന, അത് ഉമയ്യ ഖിലാഫത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള വായന ഉള്ളത്, അത് തെറ്റായ വായനയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അബ്ബാസി ഖിലാഫത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും നിയമ പാലന രംഗത്തുമെല്ലാം ശരീഅത്തിൻ്റെ ഒരു കൂടുതൽ സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള ഒരു കാരണം അത് ഇവരുടെ ഒരു അഹ്ലു ബൈത്ത് കണക്ഷൻ തന്നെയാണ്. കാരണം അബ്ബാസി എന്നത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് കണക്ട് ചെയ്യുന്നത് കൊണ്ടും അഹ്ലു ബൈത്ത് ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടി ഉയർന്നു വന്നതുകൊണ്ടും മുസ്ലിങ്ങൾക്കെതിരെയും അഹ്ലു ബൈത്ത് ഫാമിലിക്കെതിരെയും ഉമയ്യ ഖലീഫമാർ നടത്തിയ ക്രൂരതകൾക്ക്
എതിരെ ശബ്ദമുയർത്തി കൊണ്ടുവന്നതുകൊണ്ട് ഇവർക്കൊരു ഇസ്ലാമിക പരിവേഷവും കൂടി ലഭിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഇമേജ് സംരക്ഷിക്കുക എന്നതും കൂടി ഇവരുടെ ഭരണ സംവിധാനത്തിലെ പ്രധാന ഘടകവും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ശരീഅത്ത് കേന്ദ്രീകൃത ഭരണരീതി കൂടുതൽ പ്രകടമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് മുഅ്തസിലി ചിന്താധാര ശക്തമാവുന്നതും മുഅ്തസിലി ചിന്താധാരയാണ് ശരിയായ ചിന്താധാര എന്ന് ഈ മഅ്മൂനയ്ക്ക് ശേഷമുള്ള ഖലീഫമാർ ധരിക്കുകയും അതിനെ ഒരു സ്റ്റേറ്റ് ഐഡിയോളജി ആയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും ഈ ശരീഅത്തിനോടുള്ള അവരുടെ പ്രതിബദ്ധി, അത് തെറ്റായ രീതിയാണെങ്കിൽ പോലും ശരീഅത്തിനോടുള്ള അവരുടെ ഒരു പ്രതിബദ്ധി കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകവും കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും ശരീഅത്ത് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ അഹ്ലു ബൈത്ത് ഫാമിലി, സമൂഹത്തിൻ്റെ ബനൂ ഉമയ്യ കുടുംബത്തോടുള്ള ഒരു പ്രതികൂലമായ നിലപാട്, ഇതെല്ലാം ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ ശരിയായി പ്രതിഫലിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഗോത്ര, മത, ഭാഷ, പ്രാദേശിക ലോകത്തുള്ള വിവിധ ജനങ്ങളെയും എല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തേക്ക് കൂടുതൽ ഉൾക്കൊള്ളിപ്പിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിനെല്ലാം ഈ കാരണങ്ങളാണ് അതിൻ്റെ പുറകിലെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇവരുടെ ഖിലാഫത്തിനെ ഊട്ടിയുറപ്പിക്കുക, ഖിലാഫത്തിനെ ഭദ്രമാക്കുക എന്നത് ആ ഖിലാഫത്തിൻ്റെ ആശയത്തെ ഭദ്രമാക്കുക, അത് അഹ്ലു ബൈത്തിലേക്ക് ബന്ധിപ്പിക്കുക, ബനൂ ഉമയ്യ ഖിലാഫത്തിനെതിരെ പോരാടിക്കൊണ്ടൊരു ഇസ്ലാമിക ലെജിറ്റിമസി ഉറപ്പിക്കുക എന്നത് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തെ ആശയപരമായ ഒരു അനിവാര്യതയായിരുന്നു അന്ന്. അതിനുശേഷം ആ ഭരണ സംവിധാനത്തെ റീബിൽഡ് ചെയ്യുക, റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നതും ഈ അബുൽ അബ്ബാസ് സഫാഹും മൻസൂറും ചെയ്ത പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തെ പ്രധാനപ്പെട്ട ചില നയ നിലപാടുകളാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നോൺ മുസ്ലിങ്ങളായ ക്രിസ്ത്യൻസ് പോലെ, ജൂസ് പോലുള്ള, സൊറാസ്ട്രിയൻ പോലുള്ള ചില ആൾക്കാരെയും എല്ലാം ഭരണരംഗത്തും ഈ നയനിലപാട് കാര്യത്തിൽ അഡ്വൈസ് ചോദിക്കുന്ന ഭാഗത്തൊക്കെയും അവരുടെയും ഒരു സാന്നിധ്യം ഉറപ്പുവരുത്തുവാൻ അബ്ബാസി ഖിലാഫത്തിൻ്റെ ആദ്യകാലത്ത് ഇവർ ശ്രമിച്ചു എന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട രീതി ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസിയിൽ അവർ ബനൂ ഉമയ്യ ഖിലാഫത്ത് ചെയ്തതുപോലെ അറബീകരണം അല്ലെങ്കിൽ അറബൈസേഷൻ പ്രൊജക്റ്റിനപ്പുറം ബ്യൂറോക്രസിയിലും ചെറുത് മുതൽ കളക്ടേഴ്സ് മുതൽ ആമിൽ മുതൽ അവരുടെ ചെറിയ സെക്ടറിലെ ഉദ്യോഗസ്ഥർ മുതൽ വലുതുവരെ വിവിധ മതസമൂഹത്തിലെയും ഭാഷ, ഗോത്ര, വർഗത്തിലെ വൈവിധ്യത്തെ ഉൾക്കൊള്ളുവാൻ അബ്ബാസി ഖിലാഫത്തിന് കഴിഞ്ഞു. അത് ബ്യൂറോക്രസിയിൽ കൂടുതൽ പ്രകടമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അബ്ബാസി ഖിലാഫത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അവർ ചെയ്തത്, അത് ഉലമാക്കളെ, പണ്ഡിതന്മാരെ തിരഞ്ഞെടുക്കുന്നതിലെ ഒരു ഫാക്ടറാണ്. അത് പ്രത്യേകിച്ച് അബുൽ അബ്ബാസിന് ശേഷം അത് ഹാറൂൺ റഷീദ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്കിഷ്ടപ്പെട്ട അന്ന് നിലവിലുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെയെല്ലാം ഭരണരംഗത്ത് ഉറപ്പിച്ചു നിർത്തുവാനുള്ള ചില നിയമ നടപടികളൊക്കെയും ഇവർ ചെയ്തിരുന്നു. മൻസൂറിൻ്റെ കാലത്ത് ഒരുപാട് പണ്ഡിതന്മാർ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണം ഖിലാഫത്തിൻ്റെ ഇവരുടെ ശക്തിപൂർവ്വം ഉപയോഗിക്കുന്ന ഭരണ സംവിധാനത്തെ എതിർത്തതും കൊണ്ടാണ്. അതുകൊണ്ട് ഇവർക്കിഷ്ടമല്ലാത്ത ഈ പണ്ഡിതന്മാരെ പീഡിപ്പിക്കുക, ജയിലിടുക എന്നതിൻ്റെ ഒപ്പം അവരോട് ചേർന്ന് നിൽക്കുന്ന പണ്ഡിതന്മാരെ കാളിസ്ഥാനം നൽകി കൂടുതൽ പോപ്പുലാരിറ്റി നേടിയെടുക്കുക എന്നുള്ളൊരു ശ്രമം കൂടി അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇമാം അബൂ ഹനീഫ പോലുള്ള, ഇമാം ജാഫർ സാദിഖ് പോലുള്ള പല പണ്ഡിതന്മാരും, ഇമാം മാലിക് പോലുള്ള പണ്ഡിതന്മാരുമെല്ലാം ഇവരുടെ കാലത്ത് പീഡിപ്പിക്കപ്പെടാൻ കാരണം ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തോടുകൂടി ചേർത്ത് നിർത്തുവാനുള്ള ഈ ഖലീഫന്മാരുടെ താല്പര്യത്തിന് എതിർ പ്രവർത്തിച്ചതിൻ്റെ ഫലവും കൂടിയാണ് എന്നതും നമ്മൾ ചേർത്ത് പറയുക. അതുപോലെ തന്നെ മഅ്മൂനോടുകൂടി പിന്നീട് മുത്തവക്കിൽ വരെയുള്ള കാലം, വാസിക്ക് വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ കൂടുതൽ പ്രകടമായത് ഈ മുഅ്തസിലി ചിന്താധാരയുടെ ഇൻഫ്ലുവൻസ് ആണ്. അതുകൊണ്ട് തന്നെ മുഅ്തസിലി ചിന്താധാരയോട് ചേർന്ന് നിൽക്കുന്ന പണ്ഡിതന്മാരെ ഖാദി സ്ഥാനവും അതുപോലെ തന്നെ ഇമാം, ഇതേപോലെ മുദരിസ്, അങ്ങനെയുള്ള വിവിധ സ്ഥാനങ്ങളിലേക്ക് നിയമിക്കുന്നതും
ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട രീതി, ഈ ഒരു ഭരണകാലത്ത് തന്നെ വെളിവായ മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് വിവിധ ഭാഗങ്ങളിലുള്ള ഗവർണർമാരെ, അതുപോലെ തന്നെ മിലിറ്ററി അമീർമാരെ, ഇവരെയെല്ലാം ഫേവറിറ്റിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ അതുപോലെ തന്നെ മതകീയ പ്രാദേശിക താല്പര്യത്തിന് ചേർന്ന് നിൽക്കുന്ന ഭരണകർത്താക്കളെ കൂടുതൽ വലിയ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് നൽകി അവരെ തങ്ങളോട് ചേർത്ത് നിർത്തുന്ന ഒരു സമീപനവും കൂടി ഉണ്ടായിരുന്നു. ഇതിന് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലെ ഇതിൻ്റെ പുറത്തുള്ള ഒരു രഹസ്യം എന്നത്, ഇങ്ങനെയുള്ള പ്രാദേശികമായി കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള ഫെയിമുള്ള ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡേഴ്സിനെ തങ്ങളോട് ചേർത്ത് നിർത്തുന്നതിലൂടെ ആ ഭാഗത്തെ ജനങ്ങളുടെ പിന്തുണയും കൂടി ഖലീഫയ്ക്ക് അല്ലെങ്കിൽ അബ്ബാസി ഖിലാഫത്തിന് ലഭിക്കുമെന്നുള്ളൊരു സ്ട്രാറ്റജിക് പൊസിഷനും കൂടിയായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായും 750 മുതൽ 1258 വരെ ഏകദേശം മുത്തവക്കിലിൻ്റെ 861 വരെയുള്ള കാലഘട്ടം വരെയെങ്കിലും, 750 മുതൽ 861 വരെയുള്ള മുത്തവക്കിലിൻ്റെ കാലഘട്ടം, ഈ കാലഘട്ടമാണ് അബ്ബാസി ഖിലാഫത്തിന് ഏറ്റവും പവർഫുള്ളായ കാലഘട്ടം. ഈ കാലഘട്ടം വരെയെങ്കിലും കൂടുതൽ സെൻട്രലൈസ്ഡായ ഒരു ഭരണ സംവിധാനം ഉറപ്പുവരുത്താനുള്ള രീതിയാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്ത് അവർ സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് വിവിധ ഡൈനാസ്റ്റികൾ, ചെറുതും വലുതുമായ സൽത്തനത്തുകൾ, താഹ്രികളാവട്ടെ, ബുവഹീദുകളാവട്ടെ, മംലൂക്കുകളാവട്ടെ, അതുപോലെ തന്നെ സൽജൂക്കുകളാവട്ടെ, അങ്ങനെ ചെറുതും വലുതുമായ സൽത്തനത്തുകൾ പൊങ്ങി വരികയും ആ പൊങ്ങി വരുന്ന സാഹചര്യത്തിൽ ഇവർ അവരുടെ ഖുത്ബകളിൽ ഖലീഫയുടെ പേര് പരാമർശിക്കുന്നതോടുകൂടി ഖിലാഫത്തിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഒരു പക്ഷത്ത് അത് ഖിലാഫത്തിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ്റെ അഖണ്ഡതയെ മുറിക്കുന്ന ഭാഗമാണെങ്കിൽ പോലും, മറുപക്ഷത്ത് ഖിലാഫത്തിനെ അംഗീകരിക്കുകയും ഖലീഫയുടെ അധികാരത്തെ കീഴ്വണങ്ങുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഈ സൽത്തനത്തുകൾ സ്വീകരിച്ചത് കൊണ്ട് തന്നെ അത് ഖിലാഫത്തിൻ്റെ കീഴിൽ തന്നെ നിലനിൽക്കുന്ന പ്രദേശങ്ങളായിട്ടാണ് പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ അൽപർസനാനെ പോലുള്ള, മലിക് ഷായെ പോലുള്ള, സഞ്ചാറിനെ പോലുള്ള വലിയ സെൽജൂക്ക് സുൽത്താൻമാരുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരും ആ ഒരു സാഹചര്യത്തിൽ ഖലീഫയായിട്ടും അബ്ബാസി ഖലീഫമാരെ തന്നെയാണ് അംഗീകരിച്ചത് എന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ താഹിരികളും ബുവഹികളും ഇതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഒരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അധികാരത്തിൻ്റെ ഒരു ഡീസെൻട്രലൈസേഷൻ, അധികാര വികേന്ദ്രീകൃതമാണ്, ആ ഒരു നയമാണ് അക്കാലഘട്ടത്തിൽ അബ്ബാസി ഖിലാഫത്തിൽ നിലനിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവർ നോമിനൽ ഒരു പവർ മാത്രമാണ് ഖലീഫയ്ക്ക് ഉണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിലെല്ലാം. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അബ്ബാസി ഖിലാഫത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ശക്തമായിരുന്ന കാലഘട്ടത്തിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വിവിധ പോസ്റ്റൽ സർവീസുകളിലൂടെ, അതുപോലെ തന്നെ ചാരന്മാരിലൂടെ, സീക്രട്ട് സർവീസുകളിലൂടെ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുകയും ആ കമ്മ്യൂണിക്കേഷനിലൂടെ വിവിധ ഭാഗങ്ങളിലുള്ള ഗവർണർമാരെയും കളക്ടർമാരെയും അവരുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാനും ആദ്യകാല അബ്ബാസി ഖലീഫമാർക്ക് കഴിഞ്ഞു എന്നതും നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് ഈ വിവിധ ഡൈനാസ്റ്റികൾ ഉദയം വരുന്നതോടുകൂടി ഈ ബന്ധം മുറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ മിലിറ്ററിയാണ് ഈ സാമ്രാജ്യത്തെ 750 മുതൽ ഏകദേശം 861 വരെയോ, അല്ലെങ്കിൽ അതിൻ്റെയും ഒരു 100 വർഷം കൂടെ ചേർത്ത് വെക്കുകയാണെങ്കിൽ 900 വരെയുമെങ്കിലും, 950 വരെയെങ്കിലും അബ്ബാസി ഖിലാഫത്തിൻ്റെ ശക്തി അവർക്ക് നിലനിർത്തുവാൻ കഴിഞ്ഞത് മിലിറ്ററിയുടെ സാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ടാണ്. അത് അവർ ഉപയോഗിച്ചത് മിലിറ്ററിയിലെ വിവിധ ഗോത്രവർഗ പ്രാദേശിക ഭാഷാ വ്യത്യാസത്തിൻ്റെ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ നമുക്ക് അബ്ബാസി ഖിലാഫത്തിൻ്റെ തുടക്കം മുതൽ തന്നെ കാണുവാൻ കഴിയും. അബുൽ അബ്ബാസ് സഫാഹിൻ്റെ പ്രധാനപ്പെട്ട മിലിറ്ററി കമാൻഡറായിരുന്നു അബു മുസ്ലിം ഖുറാസാനി. ഖുറാസാൻ്റെ, ഇറാൻ്റെയും അഫ്ഗാൻ്റെയും ഭാഗത്തുള്ള ഖുറാസാനിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മുസ്ലിം ലീഡറായിരുന്നു. അബ്ബാസി ഖിലാഫത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് അബുൽ അബ്ബാസ് സഫാഹിനെ സഹായിച്ച പ്രധാനപ്പെട്ട മിലിറ്ററി കമാൻഡർ. അതുപോലെ തന്നെ
പിന്നീട് മുത്തവക്കിലിൻ്റെയൊക്കെ കാലത്ത് ഖലീഫ മുഅ്തസിമിൻ്റെ കാലത്ത് തുർക്ക് വംശജനായ ബൂഗ ആയിരുന്നു എന്ന മറ്റൊരു തുർക്കി കമാൻഡറായിരുന്നു മുഅ്തസിമിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കമാൻഡർ. അതുപോലെ തന്നെ അൽ വാസിഫിയ തുർക്കി എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തുർക്കി കമാൻഡറും ഈ അവസാന കാലഘട്ടത്തിലെ ശക്തരായ പ്രബലരായ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ഇതുപോലെ ബൈസാൻഡിയൻ പാരമ്പര്യമുള്ള എന്നാൽ മുസ്ലിങ്ങളായ, പേർഷ്യൻ മുസ്ലിങ്ങളായ, അർമീനിയൻ മുസ്ലിങ്ങളായ, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ പിന്നീട് മുസ്ലിങ്ങളായ അബു മുസ്ലിം ഖുറാസാനെ പോലുള്ള വിവിധ മിലിറ്ററി കമാൻഡറുകളുടെ സഹായത്തോടു കൂടിയാണ് അബ്ബാസി ഖിലാഫത്തിലെ മിലിറ്ററി നിലനിന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈവിധ്യം അവർ നിലനിർത്തുകയും ആ വൈവിധ്യം അധികാര കേന്ദ്രീകരണത്തിനും അതുപോലെ തന്നെ മിലിറ്ററിയുടെ ഭദ്രതയ്ക്കും അബ്ബാസി ഖലീഫമാർ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ അബ്ബാസി ഖിലാഫത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അവരുടെ മിനിസ്റ്ററി സിസ്റ്റമായിരുന്നു. അത് ബർമക്കി ഫാമിലിയുടെ, യഹ്യൽ ബർമക്കി, ജാഫർ മൂസ ബർമക്കിയുടെ കാലഘട്ടത്തിൽ ഒരു വിസാറത്ത് മിനിസ്റ്ററി സിസ്റ്റം കൊണ്ടുവരുന്നു. അത് കൂടുതൽ ശക്തമാവുന്നത് ഹാറൂൺ റഷീദിൻ്റെ കാലത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ അത് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഈ മിനിസ്റ്ററി സംവിധാനം അത് അബ്ബാസി ഖിലാഫത്തിനെ കൂടുതലൊരു ഖലീഫയ്ക്കോട് കൂടി തന്നെ അത്രയും പവറുള്ള ഒരു പൊസിഷനിലായിരുന്നു യഹ്യ അൽ ബർമക്കി ഉണ്ടായിരുന്നത്. എന്തിനും ഏതിനും ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ പവറോടുകൂടി, ഗ്രാൻഡ് വസീറിൻ്റെ പവറോടുകൂടി തന്നെ ഭരണ സംവിധാനത്തിൽ ഇടപെടുവാനുള്ള ഒരു സാഹചര്യം അന്നവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് തന്നെയും ഇവരുടെ ഇടപെടലുകൾ പിന്നീട് ഭരണത്തിൽ കൂടുതൽ അന്തഃഛിദ്രത ഉണ്ടാക്കി എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അതിൻ്റെ കൂടെ ഉയർത്തി പറയേണ്ട, പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു വിഷയമാണ് അബ്ബാസി ഭരണകൂടത്തിലെ റോയൽ ഫാമിലിയുടെ ലേഡീസ്, അവിടുത്തെ സ്ത്രീകളുടെ ഒരു ഇടപെടലുകൾ. അത് ഖൈസുറാൻ ആവട്ടെ, അതുപോലെ തന്നെ സുബൈദ ആവട്ടെ, അബ്ബാസ ആവട്ടെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ത്രീകൾ അബ്ബാസി ഖിലാഫത്തിൻ്റെ ഭരണ സംവിധാനത്തിലും ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ സുബൈദയൊക്കെ നിരവധി സ്കൂളുകളുടെയും ആർക്കിടെക്ചറിൻ്റെയൊക്കെ മേൽനോട്ടം വഹിച്ച, അതുപോലെ തന്നെ വൈജ്ഞാനിക വിതരണത്തിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച സ്ത്രീയായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായും ഈ സ്ത്രീകളുടെയും അബ്ബാസി ഖിലാഫത്തിലെ സ്ത്രീകളുടെ, ഹറമിലെ സ്ത്രീകളുടെ സാന്നിധ്യം തന്നെയും അഡ്മിനിസ്ട്രേഷനിലെ നിരവധി മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതുമല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ദിമ്മികളുമായി ബന്ധപ്പെട്ട, നോൺ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ്. അതിൽ കൂടുതൽ ഫ്രീഡം, ഒരു ഇസ്ലാം അനുവദിക്കുന്ന തരത്തിൽ തന്നെയുള്ള കൂടുതൽ ഒരു രാഷ്ട്രീയ, അഭിപ്രായ, സാംസ്കാരിക സ്വാതന്ത്ര്യം ദിമ്മികൾക്ക് ലഭിച്ചതായി ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെർണാഡ് ലൂയിസിനെ പോലുള്ള ഓറിയന്റലിസ്റ്റ്, ശക്തരായ എക്സ്ട്രീം ഇസ്ലാമിക വിരുദ്ധനായ ഓറിയന്റലിസ്റ്റ് പോലും ദിമ്മികളുടെ അബ്ബാസി കാലഘട്ടത്തിലെ ജീവിതത്തെ കൂടുതൽ സ്വാതന്ത്ര്യപൂർവ്വമായിരുന്നു അവരുടെ ജീവിതമെന്ന് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവർക്ക് കൂടുതൽ ഫ്രീഡം ലഭിക്കുക, പ്രോപ്പർട്ടി റൈറ്റ്സ്, വസ്തുക്കളുടെയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള സകലവിധ അവകാശങ്ങളും ദിമ്മികൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അബ്ബാസി ഖിലാഫത്തിൽ കൂടെ ലഭിച്ചതായും നിരവധി മേഖലകളിൽ, താഴെ നിന്ന് മുതൽ മുകളിൽ വരെയുള്ള നിരവധി മേഖലകളിൽ അവർക്ക് ജോലി സാധ്യത ഒരുക്കി കൊടുക്കുവാൻ അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്ത് അബ്ബാസി ഖലീഫമാർ കാണിച്ചിരുന്നു എന്നും നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ഈ ചർച്ചയിൽ നമുക്ക് ചേർത്ത് വെക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖല ട്രേഡ്, അതായത് വ്യാപാര വാണിജ്യ മേഖലയാണ്, വ്യാവസായിക മേഖലയാണ്. ഈ മേഖലകളിൽ വിശാലമായ അബ്ബാസി ഖിലാഫത്തിൻ്റെ, അബ്ബാസി സാമ്രാജ്യത്തിൽ അവർ വിവിധ റൂട്ടുകൾ, പ്രത്യേകിച്ച് സിൽക്ക് റൂട്ടുകൾ, സെൻട്രൽ ഏഷ്യൻ, ചൈന, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, പിന്നീട് ഇറാഖ് കണക്ട് ചെയ്യുന്ന വിവിധ റൂട്ടുകൾ അവർ കണക്ട് ചെയ്തതും അതിനെ സംരക്ഷിക്കുവാൻ ആർമി ഒരുക്കിയതും അതിൻ്റെ ചുറ്റുപാടുകൾ സറായികളും അതുപോലെ തന്നെ ഫോർട്ടുകളും കോട്ടകളും നിർമ്മിച്ചതുമെല്ലാം ആ ഒരു വ്യാപാര വാണിജ്യ മേഖലകളിൽ അബ്ബാസി ഖിലാഫത്തിൻ്റെ പ്രധാനമായും ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഈ സാമറ,
സാമറ നഗരം രൂപീകരിച്ചതും അതുപോലെ ബാഗ്ദാദിൻ്റെ നഗര രൂപീകരണവുമെല്ലാം ഇതിൻ്റെയൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. അതായത് ബാഗ്ദാദിൻ്റെ രൂപീകരണം പോലും കച്ചവടത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയതും കൊണ്ടും കൂടിയാണ്. വിവിധ ഇറാഖ്, കൂഫ, പേർഷ്യൻ ഭാഗങ്ങളിലുള്ള വിവിധ അറ്റാക്കുകളെ ചെറുക്കുക എന്നതും അതുപോലെ തന്നെ ഈ സിൽക്ക് റൂട്ട് വിവിധ കച്ചവട മാർഗങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് കവർ ചെയ്യുന്നത് പോകുന്നത് കൊണ്ട് അതിനെയും കൂടുതൽ സംരക്ഷിച്ചു നിർത്തുക, ഈ കച്ചവടങ്ങളിലൂടെയും വ്യാപാരങ്ങളിലൂടെയും ബാഗ്ദാദിനെ ഒരു ഹൈലി ഫ്ലൂറിഷ്ഡായ ഒരു സിറ്റിയാക്കി മാറ്റുക എന്നതും കൂടി ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. സാമറയിലേക്കും പിന്നീട് മാറുന്നതും ഇതേപോലെ തന്നെ അവിടെയും വാണിജ്യ മേഖലയും കൂടി ആയതുകൊണ്ടാണ്. ഇങ്ങനെ വാണിജ്യത്തിന്, വ്യാവസായിക മേഖലകൾക്ക്, വ്യാപാര മേഖലകൾക്ക് അബ്ബാസി ഖിലാഫത്തിൽ കൂടുതൽ സ്ഥാനം നൽകിയിരുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഖിലാഫത്തിൻ്റെ ആശയത്തിൻ്റെ സ്ഥാപനം മുതൽ, ഖിലാഫത്തിൻ്റെ റീകൺസ്ട്രക്ഷൻ മുതൽ അതിൻ്റെ പ്രാക്ടിക്കൽ നടപടി തുടങ്ങി പിന്നീട് വാണിജ്യം, വ്യാപാര മേഖലകളും അതിന് പറ്റിയ സിറ്റികളുടെ നിർമ്മാണം വരെയും വിവിധ മേഖലകളിൽ അബ്ബാസി ഖിലാഫത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തിൽ കൂടുതൽ നിസ്തുലമായ മാതൃകകളും ഒരുപാട് സംഭാവനകളും അബ്ബാസി ഖലീഫമാർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. മറ്റൊരു ഭാഗം അബ്ബാസി ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു ഭാഗമാണ് ആർക്കിടെക്ചർ ലോകത്തെ. ഇവരുടെ കലാപരതയുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അത് ഒരു പക്ഷേ ഖിലാഫത്തിൻ്റെ തുടക്കം തന്നെ, അബുൽ അബ്ബാസ് സഫാഹിൻ്റെ തുടക്കം തന്നെ അദ്ദേഹം കൂടുതൽ വിദ്യാഭ്യാസപരമായ സംരംഭങ്ങൾക്ക് ധാരാളം തുടക്കം കുറിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയും. 750 മുതൽ 754 വരെ ഭരിക്കുന്ന അബുൽ അബ്ബാസ് സഫ സ്വാഭാവികമായും അബ്ബാസി ഖിലാഫത്തിൻ്റെ സ്ഥാപനത്തിനും ഭദ്രതയ്ക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെയും കൂടെയും വിദ്യാഭ്യാസ വൈജ്ഞാനിക വികാസത്തിനുള്ള ശ്രമങ്ങളും മദ്രസകളും മറ്റും തുടങ്ങുന്നതായി കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഈ ഒരു ആശയ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വിവിധ സ്ഥാപനങ്ങളുടെ നിർമ്മാണവും കൂടി അദ്ദേഹം തുടങ്ങിയതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ബാറ്റിൽ ഓഫ് തലാസ് ഉണ്ടാവുന്നത്. ഈ ബാറ്റിൽ ഓഫ് തലസിൽ ചൈനീസ് തിബത്തൻ ആർമിയെ പരാജയപ്പെടുത്തുകയും അവരിലെ ചില ആർമി മെന്നിനെ തടവുപുള്ളിലായി പിടിക്കുകയും ഇവർക്കറിയാവുന്ന അവരുടെ അറിവ് ഉപയോഗിച്ചു കൊണ്ട് തന്നെ പേപ്പർ മില്ലുകൾ സ്ഥാപിക്കുകയും അത് പിന്നീട് ഈ ഒരു ആർട്ടിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും വൈജ്ഞാനിക വികാസത്തിനും കാരണമാവുകയും ചെയ്തു. അത് അബുൽ അബ്ബാസ് സഫാഹിൻ്റെ കാലത്ത് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. രണ്ടാമത്തെ ഖലീഫയായ മൻസൂർ, അബൂ ജഅഫറുൽ മൻസൂറിൻ്റെ കാലത്താണ് മദീനത്തുസ്സലാം, അതായത് ബാഗ്ദാദ് സിറ്റിയുടെ രൂപീകരണം തന്നെ സംഭവിക്കുന്നത്. സ്വാഭാവികമായും ബാഗ്ദാദ് സിറ്റിയുടെ ഈ രൂപീകരണം അബ്ബാസി ഖിലാഫത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്നാണ്. കൂഫയിൽ നിന്ന് അവർ ബാഗ്ദാദിലേക്ക് ക്യാപിറ്റൽ മാറ്റം നടത്തുകയും ബാഗ്ദാദിൻ്റെ ചുറ്റുപാടും മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങൾ രൂപീകരിക്കുകയും വ്യാവസായിക സ്ഥാപനങ്ങളും റോഡുകൾ നിർമ്മിക്കുകയും വിവിധ കോട്ടകൾ നിർമ്മിക്കുകയും അങ്ങനെ ഈ ബാഗ്ദാദ് സിറ്റിയുടെ രൂപീകരണം വിവിധ തരത്തിലുള്ള ആർക്കിടെക്ചർ മേഖലകളിലുള്ള വലിയൊരു വികാസത്തിന് കാരണമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിച്ചത് പേർഷ്യക്കാരായ, തുർക്കുകാരായ, ബൈസാൻഡിയൻകാരായ, സെൻട്രൽ ഏഷ്യൻ, ചൈനീസ് അങ്ങനെ വിവിധ സാംസ്കാരിക പരിസരത്തുള്ള കലാകാരന്മാരെ, ആർക്കിടെക്റ്റുകളെ അബ്ബാസി ഖിലാഫത്തിൻ്റെ ക്യാപിറ്റലിലേക്ക് ക്ഷണിച്ചു വരുത്തുവാൻ, അങ്ങനെ ക്ഷണിക്കാനും അവരെ സ്വീകരിച്ചിരുത്തുവാനും ഈ ബാഗ്ദാദ് സിറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ബാഗ്ദാദ് സിറ്റിയുടെ വളർച്ചയിലും അതിനുശേഷം അബ്ബാസി ഖിലാഫത്തിൻ്റെ വളർച്ചയിലുമെല്ലാം ബാഗ്ദാദ് സിറ്റിയുടെ രൂപീകരണവും പിന്നീട് അതിൻ്റെ ഒരു ആകർഷണവും അവിടെ തന്നെ ഉണ്ടായിരുന്ന വിവിധ മത, സാമൂഹിക, ഗോത്രവർഗ വൈവിധ്യങ്ങളുടെയും സാന്നിധ്യവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക്
നാന്ദി കുറിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ബാഗ്ദാദ് സിറ്റിയോടും ചേർന്നും അതിൻ്റെ ചുറ്റുപാടുകളിലും നിരവധി കൊട്ടാരങ്ങൾ പണിഞ്ഞതും, ഏകദേശം എല്ലാ ഖലീഫന്മാരും അവരുടെ കാലത്ത് വിവിധ കൊട്ടാരങ്ങൾ അബ്ബാസി ഖിലാഫത്തിൻ്റെ ചുറ്റുപാടുകൾ അവർ പണിഞ്ഞിരുന്നു. അതുപോലെ തന്നെ വിവിധ മസ്ജിദുകൾ, ചെറുതും വലുതുമായ വിവിധ മസ്ജിദുകൾ പണിഞ്ഞിരുന്നു. കൊട്ടാരങ്ങളുടെ ഒരു പ്രത്യേകത വിശാലമായ കൊട്ടാരങ്ങളാണ്. അത് നിർമ്മാണ വൈവിധ്യം അങ്ങനെയാണുള്ളത്. അതുപോലെ തന്നെ മസ്ജിദുകൾ കൂടുതൽ ലോങ് ആയ ഉയർന്നു നിൽക്കുന്ന പള്ളികളാണ് ഈ ഒരു കാലഘട്ടത്തിൽ അവർ പണിഞ്ഞത്. പ്രത്യേകിച്ച് കൊട്ടാരങ്ങളുടെയും മസ്ജിദുകളുടെ കാര്യത്തിൽ വിശിഷ്യ ഉമയ്യ ഖിലാഫത്തിലെ ആർക്കിടെക്ചർ മാനങ്ങൾ തന്നെയാണ് അബ്ബാസികളും സ്വീകരിച്ചത്. എന്നാൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടുതൽ മിനാരങ്ങളും അതേപോലെ തന്നെ കുബ്ബകളും പള്ളികളുമായി ചേർന്ന് വരുവാൻ തുടങ്ങി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിരുന്നു. കാരണം സെൻട്രൽ ഏഷ്യൻ, പേർഷ്യൻ, തുർക്ക് വംശജരുടെ ഈ ഭാഗത്തുള്ള ആർക്കിടെക്ചറുകളുടെ കലാകാരന്മാരുടെ സാന്നിധ്യവും സ്വാധീനവും അറബ് ആർക്കിടെക്ചറിൽ കൂടുതൽ ചെലുത്തിയതിൻ്റെ ഭാഗമാണ് ഈ കുബ്ബകളും മിനാരങ്ങളും കൂടുതൽ പിന്നീട് പ്രകടമാവാൻ തുടങ്ങിയതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കനാലുകളുടെ നിർമ്മാണം ഫലസ്തീൻ, തുനീഷ്യൻ പോലുള്ള ഭാഗങ്ങളിൽ അതുപോലെ തന്നെ കൂടുതൽ ഫാമുകളുള്ള ഈ കൂടുതൽ പാടങ്ങളുള്ള ഭാഗങ്ങളിൽ അവിടെ കനാലുകളുടെ, ഇറിഗേഷൻ ചാനലുകളുടെ നിർമ്മാണവുമെല്ലാം ഈ ഒരു കാലത്ത് തന്നെ സംഭവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മഹ്ദിയുടെ കാലഘട്ടത്തിൽ, മഹ്ദി ഖലീഫയായിരുന്ന കാലഘട്ടത്തിലാണ് ഹറമേനികളുടെ വികാസം ഉണ്ടാകുന്നത്. മക്ക, മദീന, കാബയുടെയും അതുപോലെ തന്നെ മസ്ജിദ് നബവിയുടെയും വികാസം, അവിടുത്തെ മസ്ജിദുകളുടെയും അതിന് ചുറ്റുപാടുമുള്ള ബിൽഡിങ്ങുകൾക്ക് കൂടുതൽ വികാസം സംഭവിക്കുന്നത് മഹ്ദിയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെയാണ് ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ ഹിക്മയുടെ രൂപീകരണം. ബൈത്തുൽ ഹിക്മയുടെ രൂപീകരണം ഉണ്ടാവുന്നതോടുകൂടി സ്വാഭാവികമായും വൈജ്ഞാനിക വികാസത്തിന് അതിന് സഹായിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഒബ്സർവേറ്ററികൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അങ്ങനെ തുടങ്ങുന്ന വിവിധ വൈജ്ഞാനിക വികാസത്തിന് ഉപകരിക്കാൻ പറ്റുന്ന ടൂളുകളായി വിവിധ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഉണ്ടാവുന്നത് ഈ കാലഘട്ടത്തിലാണ്. റക്കയിലേക്ക് പുതിയ സെൻറ്ററായി ഹാറൂൺ റഷീദ് റക്കയെ തിരഞ്ഞെടുത്തത്. അവിടെയും നിരവധി ഫോർട്ടുകളും മസ്ജിദുകളും അതുപോലെ തന്നെ പാലസുമൊക്കെ രൂപപ്പെടുവാനും അവിടെ സ്ഥാപനങ്ങളും കച്ചവട കേന്ദ്രങ്ങളും അതിന് പറ്റിയ ബിൽഡിങ്ങുകളും കൺസ്ട്രക്ഷനും രൂപപ്പെടുവാൻ റക്കയിലേക്കുള്ള മാറ്റം, അവിടെയും നിരവധി കോർട്ടുകളൊക്കെയും ഹാറൂൺ റഷീദിൻ്റെ കാലത്തുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ റക്കയിലേക്കുള്ള ഈ മാറ്റം പ്രധാനപ്പെട്ട ഈ ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി നമ്മൾ ചേർത്ത് പറയേണ്ടതുണ്ട്. അമീനിൻ്റെയും കാലത്തും ഇതുപോലെ തന്നെ സയൻസിൻ്റെ വൈജ്ഞാനിക വികാസത്തിനുള്ള ഒരു കൂടുതൽ ഊർജിതപ്പെടുന്നുണ്ട്. കാരണം ബൈത്തുൽ ഹിക്മയുടെ രൂപീകരണം, അതിനുശേഷം ബൈത്തുൽ ഹിക്മയെ കൂടുതൽ വികാസിപ്പിക്കുന്നതിൽ അമീനും പിന്നീട് മഅ്മൂനും അവരുടെ ജീവിതത്തിൽ നല്ലൊരു സംഭാവനകൾ അർപ്പിക്കുന്നുണ്ട്. മഅ്മൂൻ്റെ കാലഘട്ടത്തിലാണ് ഏകദേശം 813 മുതൽ 833 വരെയുള്ള മഅ്മൂൻ്റെ കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നുണ്ട്. വൈജ്ഞാനിക വികാസത്തിനേക്കാളും അപ്പുറം അതിനാവശ്യമായ നിരവധി സ്ഥാപനങ്ങളും മറ്റും എഡ്യൂക്കേഷൻ സംവിധാനങ്ങളുമെല്ലാം മഅ്മൂൻ ഉണ്ടാക്കിയെടുക്കുന്നതായി കാണുവാൻ കഴിയും. ആർക്കിടെക്ചറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത മുഅ്തസിമിൻ്റെ കാലഘട്ടത്തിലെ ഈ സാമറയെ ക്യാപിറ്റലായി പ്രഖ്യാപിച്ചതാണ്. സ്വാഭാവികമായും താഹിരി ഡൈനാസ്റ്റിയൊക്കെ അടക്കം ബാഗ്ദാദും ചുറ്റുപാടും അധികാരം പിടിച്ചെടുത്തപ്പോൾ സാമറയിലേക്ക് ഇറാഖിൻ്റെ തന്നെ ബാഗ്ദാദിൻ്റെ മറ്റൊരു പ്രദേശമായ സാമറയിലേക്ക് അധികാരം മാറുന്നതും അവിടെ ക്യാപിറ്റലായി സ്വീകരിക്കുന്നതും അവിടെ കൊട്ടാരവും ഫോർട്ടുകളും വിവിധ ബിൽഡിങ്ങുകൾ രൂപപ്പെടുന്നതുമെല്ലാം ഈ രാഷ്ട്രീയ നീക്കം, അദ്ദേഹത്തിൻ്റെ നയതന്ത്രപരമായ രാഷ്ട്രീയമായ ഈ നീക്കം ഒരു ആർക്കിടെക്ചർ ലോകത്ത് കൂടുതൽ സാധ്യത ഒരുക്കി എന്നതും നമ്മൾ ചേർത്ത് പറയേണ്ടതുണ്ട്. മുത്തവക്കിലിൻ്റെ കാലഘട്ടത്തിൽ സാമറയിൽ തന്നെ അവിടുത്തെ ഏറ്റവും ഗ്രേറ്റ് മസ്ജിദ് ഓഫ് സാമറ എന്നറിയപ്പെടുന്നത് മുത്തവക്കിലിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട മസ്ജിദാണ്. അത് തന്നെയും
അബ്ബാസികളുടെ ആർക്കിടെക്ചറിലെ പ്രധാനപ്പെട്ട സംഭാവനകളായി എടുത്തു പറയുന്ന ഒരു കൺസ്ട്രക്ഷനും കൂടിയാണ്. ഇത് കൂടാതെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, മുത്തവക്കിലിൻ്റെ കാലത്തിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അധികാര വികേന്ദ്രീകരണം സംഭവിക്കുകയും നിരവധി ചെറുതും വലുതുമായ സൽത്തനത്തുകൾ രൂപപ്പെടുകയും ചെയ്യുകയും, എന്നാൽ ഈ സൽത്തനത്തുകൾ അബ്ബാസി ഖിലാഫത്തിൻ്റെ തന്നെ പേരിൽ ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെയും ഉണ്ടാവുന്ന സകലവിധ ആർക്കിടെക്ചറൽ വികാസമെല്ലാം അബ്ബാസി ഖിലാഫത്തിൻ്റെയും വികാസമായി ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബൂയിദ് ഡൈനാസ്റ്റിയുടെയും മംലൂക്ക് ഡൈനാസ്റ്റിയുടെയും സെൽജൂക്ക് ഡൈനാസ്റ്റിയുടെയും കാലത്തുണ്ടായ സകലവിധ വികാസങ്ങളും ആർക്കിടെക്ചറൽ ലോകത്തുണ്ടായ സകലവിധ വികാസങ്ങളും അബ്ബാസി ഖിലാഫത്തിൻ്റെ തന്നെ വികാസങ്ങളായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സെൽജൂക്ക് ഡൈനാസ്റ്റി ഏഷ്യ മൈനർ ഭാഗത്തും സെൻട്രൽ ഏഷ്യൻ ഭാഗത്തും പേർഷ്യൻ ഭാഗത്തുമെല്ലാം നിരവധി ഫോർട്ടുകൾ, പ്രത്യേകിച്ച് ബൈസാന്റിയക്കാരെ തടയുന്നതിൽ നിന്നും മംഗോളുകളെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്നുമെല്ലാം നിരവധി ഫോർട്ടുകളും സ്ഥാപനങ്ങളും അക്കാലത്ത് ഉണ്ടാവുന്നുണ്ട്. ഇമാം ഗസാലിനെ പോലുള്ള, ഉമർ ഖയ്യാമിനെ പോലുള്ള നിരവധി പണ്ഡിതന്മാരുടെ സാന്നിധ്യവും, അതുപോലെ തന്നെ ഉമർ ഖയ്യാമിൻ്റെ തന്നെയുള്ള ഒരു ആസ്ട്രോളജറിൻ്റെ സാന്നിധ്യം തന്നെ നിരവധി ഒബ്സർവേറ്ററികളുടെ രൂപീകരണത്തിന് വഴിയൊരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൽജൂക്കുകളുടെയും മംലൂക്കുകളുടെയും എല്ലാം അക്കാലത്തുണ്ടായ നിരവധി ഈ ആർക്കിടെക്ചറിൻ്റെ ഉദാഹരണങ്ങളും അബ്ബാസി ഖിലാഫത്തിൻ്റെ തന്നെയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വൈജ്ഞാനിക വികാസത്തിനോടൊപ്പം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഹോസ്പിറ്റലുകളുടെ ആധിക്യം. അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്തിൽ നിരവധി ഹോസ്പിറ്റലുകൾ, നിരവധി പണ്ഡിതന്മാർ അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് ഫിസീഷ്യന്മാരായി ഉയർന്നു വന്നതോടുകൂടി അബ്ബാസി ഖിലാഫത്തിൻ്റെ ചുറ്റുപാടും ഉള്ള എല്ലാ പ്രദേശങ്ങളിലും നിരവധി ചെറുതും വലുതുമായ ക്ലിനിക്കുകളും, അതുപോലെ തന്നെ ഈ ഫാർമസി സ്ഥാപനങ്ങളും, അതിൻ്റെ കൂടെ വലിയ ഹോസ്പിറ്റലുകളുമെല്ലാം രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ രൂപീകരണവും അതിന് ആവശ്യമായ ആർക്കിടെക്ചറൽ സംവിധാനവും അബ്ബാസി ഖിലാഫത്തിൽ തന്നെ പ്രധാനമായി ഉണ്ടായ മറ്റൊരു വികാസവുമാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ചർച്ചയുമായി തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അബ്ബാസി ഖിലാഫത്തിലുള്ള വൈജ്ഞാനിക വളർച്ച. ഇസ്ലാമിക വൈജ്ഞാനിക വളർച്ചയും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഏകദേശം എല്ലാ വിധത്തിലുമുള്ള സയൻസ് ലോകത്തുള്ള ശാസ്ത്രീയ വികാസവും അബ്ബാസി ഖിലാഫത്തിൽ കൂടുതൽ പ്രകടമായി എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അത് തിയോളജി തന്നെ തുടങ്ങി. സാമ്പ്രദായിക ഇസ്ലാമിക വൈജ്ഞാനിക ശാഖകളായ തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, താരീഖ് എന്ന് തുടങ്ങി പിന്നീട് വിശദമായ ശാസ്ത്രീയ ശാഖകളിലേക്ക് പോലും അവിടെയൊക്കെ നിരവധി പണ്ഡിതന്മാരുടെ ഉദയവും അവരുടെ കോൺട്രിബ്യൂഷനും അബ്ബാസി ഖിലാഫത്തിനെ ഇസ്ലാമിക ലോകത്തെ തന്നെ ഗോൾഡൻ ഏജ്, സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ആക്കി മാറ്റിയിരുന്നു. അതിൽ ഏകദേശം 4 ഫുഖഹാക്കളും, അത് ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം ഷാഫി അടക്കമുള്ള 4 മദ്ഹബുകളുടെയും രൂപീകരണം ഈ ഒരു കാലഘട്ടത്തിലാണ്, അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഇവരുടെ ശിഷ്യഗണങ്ങളുടെയും കോൺട്രിബ്യൂഷൻ സയൻസിൻ്റെ, ഇസ്ലാമിക സയൻസിൻ്റെ, അത് ഹദീസ് ആവട്ടെ, ഫിഖ് ആവട്ടെ, തഫ്സീറുകളാവട്ടെ, അതുപോലെ തന്നെ ശരീഅത്തിൻ്റെ വികാസമാവട്ടെ, എല്ലാം ഈ മദ്ഹബുകളുടെ വികാസത്തിലോടുകൂടി തന്നെ കൂടുതൽ ശക്തമാവുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് സ്കോളറായ ഹുസൈനെ പോലുള്ള നിരവധി സ്കോളേഴ്സും ഈ ലോകത്ത് ഈ അബ്ബാസി കാലഘട്ടത്തിൻ്റെ വൈജ്ഞാനിക വികാസത്തിന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മുഅ്തസിലി, അശ്അരി പോലുള്ള വിവിധ ഗ്രൂപ്പുകളുടെ ഉദയവും, തിയോളജിക്കൽ ഗ്രൂപ്പുകളുടെ ഉദയവും അവിടുത്തെ ഒരു ആശയ സംവാദത്തിൻ്റെ ഒരു മണ്ഡലമാക്കി അബ്ബാസി ഖിലാഫത്തിൻ്റെ വിവിധ വൈജ്ഞാനിക കേന്ദ്രങ്ങളെ ആക്കി മാറ്റുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, മുഅ്തസിലി പണ്ഡിതന്മാരുമായിട്ടുള്ള അവരുടെ ആശയ സംവാദങ്ങൾ, ഇമാം അഹ്മദ് ഇബ്നു ഹംബലും ഇമാം ഷാഫിയുമായിട്ടുള്ള ആശയ സംവാദങ്ങൾ, ഇമാം ഷാഫിയും ഇമാം മാലിക്കുമായിട്ടുള്ള ആശയ സംവാദങ്ങളെല്ലാം സാക്ഷ്യം വഹിക്കുന്നതും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹദീസിൻ്റെ കോഡിഫിക്കേഷൻ,
അത് ദീവാനാക്കി മാറ്റുന്നതും ഹദീസിനെ കിതാബുകളാക്കി മാറ്റുന്നതും ഏകദേശം അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. പ്രധാനമായും സെൻട്രൽ ഏഷ്യൻ ഭാഗത്തുള്ള ബുഖാറയിലും അതുപോലെ തന്നെ തുർക്ക്മെനിസ്ഥാൻ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ തന്നെയാണ് ഈ പണ്ഡിതന്മാരുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഭാഗങ്ങളെല്ലാം അബ്ബാസി ഖിലാഫത്തിൻ്റെ അധീനയിലായിരുന്നത് കൊണ്ടും ഈ കാലത്ത് തന്നെയാണ് അവർ ജീവിച്ചിരുന്നത് കൊണ്ടും അബ്ബാസി ഖിലാഫത്തിൻ്റെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ കൂടുതൽ ശക്തിയായി പ്രകടമാവാൻ ഇവരുടെ സാന്നിധ്യം കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വൈജ്ഞാനിക വികാസത്തിന് ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി മാറി അബ്ബാസി ഖിലാഫത്തിൽ. അത് ബൈത്തുൽ ഹിക്മയുടെ രൂപീകരണവും അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക വൈജ്ഞാനിക വികാസത്തിനും വിവിധ ലോകവുമായിട്ടുള്ള ആശയ സംവാദങ്ങൾക്കും ആദാനപ്രദാനങ്ങൾക്കുമെല്ലാം അബ്ബാസി ഖിലാഫത്ത് മാത്രമാണ് കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ഉമയ്യ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലും നീണ്ട ബന്ധം വിവിധ പണ്ഡിതന്മാർ, വിവിധ ഖലീഫമാർ അവരുടെ കാലത്തും ഇതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കൂടുതൽ ലോകത്തേക്ക്, അനറബ് ലോകത്തേക്ക്, ഈ പേർഷ്യൻ, സെൻട്രൽ ഏഷ്യൻ, തുർക്കിക്, ഇന്ത്യൻ, ഗ്രീക്ക്, ലാറ്റിൻ ഭാഗത്തേക്കുമെല്ലാം വിശാലമായ ഒരു വൈജ്ഞാനിക ലോകം രൂപപ്പെടുത്തുവാൻ അബ്ബാസി ഖലീഫമാർക്ക് കഴിഞ്ഞു. അത് ഹാറൂൺ റഷീദ് മുതൽ ബൈത്തുൽ ഹിക്മയുടെ രൂപീകരണം മുതലാണ് അത് കൂടുതൽ സംഭവിക്കുന്നത്. ഇതിലൂടെ ഈ ട്രാൻസ്ലേഷൻ രൂപപ്പെടുന്നത് അത് പ്രൊമോഷൻ ഓഫ് നോളജ്, ഈ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ ഒരു പ്രൊമോഷന് കാരണമാവുന്നുണ്ടെന്ന് AR മുഅ്മിൻ അദ്ദേഹത്തിൻ്റെ രചനയിൽ പ്രൊമോഷൻ ഓഫ് നോളജ് എന്ന രചനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഈ അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇസ്ലാമിക ലോകത്തിന് പുറത്തുള്ള ചർച്ചയെ സ്വീകരിക്കുകയും ഇസ്ലാമിക ആശയങ്ങൾക്കും മൗലികതയിലും അടിസ്ഥാനത്തിൽ ഈ ഒരു ചിന്തയെ മാറ്റുരച്ചു നോക്കുകയും തങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ളതിനെ സ്വീകരിക്കുകയും പിന്നീട് അതിനെ അസിമിലേറ്റ് ചെയ്യുക, കൂടുതൽ വിശാലമാക്കി തങ്ങളുടേതാക്കി മാറ്റി മറ്റുള്ളവരിലേക്ക് വിതരണം ചെയ്യുക എന്നൊരു രീതിയാണ് അബ്ബാസി ഖിലാഫത്തിലെ പണ്ഡിതന്മാർ, ബുദ്ധിജീവികൾ, ഫിലോസഫേഴ്സ് പ്രധാനമായും ചെയ്തത്. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്ത് മുഴുവനും, പ്രത്യേകിച്ച് ഇബ്നു സീനനെ പോലുള്ള വിവിധ പണ്ഡിതന്മാർ, അതിനു മുമ്പും അടക്കമുള്ള വിവിധ പണ്ഡിതന്മാർ ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ പേരുകൾ മാറി അവർക്കിടയിൽ കൂടുതൽ പോപ്പുലർ ആവാനും കാരണം ഈ പ്രൊമോഷൻ ഓഫ് നോളജിൻ്റെ സ്ട്രാറ്റജി സ്വീകരിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഈ ബൈത്തുൽ ഹിക്മയുടെ ഈ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് പ്രധാനമായ ഒരു ടൂളായി മാറുന്നുണ്ട്. നിരവധി മേഖലകളിൽ ഈ സാമ്പ്രദായിക ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്കപ്പുറം നിരവധി ശാസ്ത്രീയ മേഖലകളിലും ഇവരുടെ സ്വാധീനം ചെലുത്തതായി പരാമർശിച്ചിരുന്നല്ലോ. അതിൽ പ്രധാനമായ ഒരു ഭാഗമാണ് മെഡിസിൻ. അതിൽ ഇമാം സക്കരിയ റാസി അദ്ദേഹത്തിൻ്റെ അൽ ഹാവി എന്ന രചന മെഡിസിൻ രംഗത്തെ ഒരു വിപ്ലവമായിരുന്നു. സഹ്റാവിയുടെ ഈ ഫാദർ ഓഫ് സർജറി, ഓപ്പറേഷൻ്റെ ഫാദർ എന്ന് വിളിക്കപ്പെടുന്ന സഹ്റാവി, അദ്ദേഹത്തിൻ്റെ നിരവധി ടൂളുകളുടെ കണ്ടുപിടുത്തം, അതെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇബ്നു സീനയുടെ അൽ ഖാനൂൻ ഫി തിബ്, ഇബ്നു സുഹറിൻ്റെ ഡ്രഗ്സിനെ കുറിച്ചുള്ള, പാരലൈസിസ് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള വിവിധ നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഇബ്നു നഫീസിൻ്റെയും ഇബ്നു ബൈത്തറിൻ്റെയും നിരവധി കണ്ടുപിടുത്തങ്ങൾ, ഈ പണ്ഡിതന്മാരുടെ, ഈ പണ്ഡിത ശ്രേണിയുടെ നിരവധി കണ്ടുപിടുത്തങ്ങളും അവരുടെ കോൺട്രിബ്യൂഷനുകളും അബ്ബാസി ഖിലാഫത്തിൽ നിരവധി ഹോസ്പിറ്റലുകളുടെ നിർമ്മാണത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നതും കൂടി ഒരു പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഈ സയൻസ് ലോകം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മെഡിസിൻ ലോകം കഴിഞ്ഞാൽ നിരവധി പണ്ഡിതന്മാർ വേറെയും മേഖലകളിൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഈ പറക്കാൻ ശ്രമിക്കുക, വിമാനങ്ങളുടെ കണ്ടുപിടുത്തത്തിനും അതുപോലെ തന്നെ റൈറ്റ് സഹോദരന്മാരൊക്കെയും പ്ലെയിൻ കണ്ടുപിടിക്കുന്ന ചർച്ചകൾക്കൊക്കെ മുമ്പേ തന്നെ
ഒരു പറക്കാനുള്ള സംവിധാനം, ആ ഒരു ചിന്ത തുടങ്ങിയത് ഇബ്നു ഫർനാസ് എന്ന് പറയുന്ന അബ്ബാസി കാലഘട്ടത്തിലെ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തുകയും പിന്നീട് ശരീരത്തിന് മേൽ 2 ചിറകുകൾ ഫിറ്റ് ചെയ്ത് പറക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പണ്ഡിതനും കൂടി അബ്ബാസി ഖിലാഫത്തിൽ ജീവിച്ചിരുന്നു. മറ്റൊന്ന് സർക്കാരി എന്ന് വിളിക്കപ്പെടുന്ന ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട ഭൗമശാസ്ത്രം, ആഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു പണ്ഡിതനാണ് അൽ സർക്കാവി. അതുപോലെ തന്നെ അൽ ബിത്രൂജി ഈ ആസ്ട്രോണമിയുടെ എലമെൻറ്റുകളെ കുറിച്ച് കിതാബ് എഴുതിയ പണ്ഡിതനാണ് അൽ ബിത്രൂജി. അതുപോലെ മറ്റൊരു പണ്ഡിതനാണ് അൽ സൂഫി, ഗാലക്സിയെക്കുറിച്ചും അവിടുത്തെ ക്ഷീരപഥങ്ങളുടെ മൂവ്മെൻറ്റുകളെക്കുറിച്ചും നിരവധി ചിന്തകൾ സമർപ്പിച്ച പണ്ഡിതനാണ് അൽ സൂഫി. അത് ഈ ഒരു മേഖല കഴിഞ്ഞാൽ അൽഗോരിതവുമായി ബന്ധപ്പെട്ടും മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടും നിരവധി പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അടക്കം യൂക്ലിഡിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന രചന, മാത്തമാറ്റിക്സിലെ ഗ്രീക്ക് സാഹിത്യങ്ങളിൽ പ്രധാനപ്പെട്ട രചനയാണ് യൂക്ലിഡിൻ്റെ എലമെൻറ്റ്സ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ഹസൻ ബനു മൂസയുടെ മക്കളായി മുഹമ്മദ് ഹസനുമെല്ലാം ഈ നിരവധി മാത്തമാറ്റിക്സിൻ്റെ മേഖലകളിൽ നിരവധി കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ജബർ വൽ മുഖാബല, ഖവാരിസ്മിയുടെ അൽഗോരിതം എന്നുള്ള പദം പോലും ഇസ്ലാമിക ലോക ശാസ്ത്രീയ രംഗത്ത് സമർപ്പിച്ച ആ ചിന്ത ഉണ്ടാവുന്നത് ഖവാരിസ്മിയുടെ രചനയിൽ നിന്നായ അൽ ജബർ വൽ മുഖാബല എന്ന രചനയിൽ നിന്നാണ്. അൽ ബിറൂനിയും ഉമർ ഖയ്യാമും അടക്കമുള്ള പണ്ഡിതന്മാർ ഈ മാത്തമാറ്റിക്സ് രംഗത്തും അതുപോലെ തന്നെ ഗോളശാസ്ത്ര രംഗത്തും നിരവധി കോൺട്രിബ്യൂഷൻ നൽകിയവരാണ്. ഉമർ ഖയ്യാം പോയറ്റായിട്ടാണ്, റുബായിയാത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അതേസമയം തന്നെ അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യനും ഒരു ഗോളശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയും. ആ ഒരു ചർച്ചയിൽ ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട നിരവധി പണ്ഡിതന്മാർ വേറെയും അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഖവാരിസ്മി അടക്കമുള്ള, അഹ്മദ് നഹാവന്തി അടക്കമുള്ള, അതുപോലെ തന്നെ ഹബാഷ് അൽ ഹസീബ്, യഹ്യ ബിൻ അബി മൻസൂർ, സനദ് ബിൻ അലി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ ആസ്ട്രോണമിയുടെ രംഗത്തും ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചതായും അബ്ബാസി ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. കൂടെ വേറെയും ചില മേഖലകളിൽ സ്വാഭാവികമായും ആർക്കിടെക്ചർ മേഖലയിലുണ്ടായ വികാസം, ആ വികാസം ഉണ്ടാവുന്നത് പണ്ഡിതന്മാരായ ആൾക്കാരുടെ ചിന്തയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഇറിഗേഷൻ ചാനലുമായി ബന്ധപ്പെട്ട, മസ്ജിദുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വാട്ടർ വീൽസുമായി ബന്ധപ്പെട്ട നിരവധി കണ്ടുപിടുത്തങ്ങളും നിർമ്മാണവും എല്ലാം അത് പണ്ഡിതന്മാരുടെ രചനകളിൽ നിന്നും ചിന്തകളിൽ നിന്നും കൂടി രൂപപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട നിരവധി പണ്ഡിതന്മാരുണ്ട്. അതിലേറ്റവും പ്രധാനമായ മുഫസ്സിർ എന്ന് വിളിക്കുന്ന, ചരിത്രകാരൻ എന്ന് വിളിക്കുന്ന ഇമാം തബരിയുടെ രചനകളിലൂടെയാണ്. അതുപോലെ തന്നെ ഫിഖ്ഹി രംഗത്ത് ഏറ്റവും കൂടുതൽ വൈവിധ്യം സൃഷ്ടിച്ച ലാഹിരി മദ്ഹബിൻ്റെ ഫൗണ്ടറായ ദാവൂദ് ലാഹിരി, അദ്ദേഹത്തിൻ്റെ ചിന്തകളും, അതായത് അത് തഫ്സീറിൻ്റെയും ഫിഖ്ഹിൻ്റെയും തിയോളജിയുടെയും മേഖലകളിൽ നിരവധി കോൺട്രിബ്യൂഷൻ അർപ്പിച്ചതും ദാവൂദ് ലാഹിരിയുടെ ചിന്തകളിലൂടെയാണ്. ഈ ഹിസ്റ്ററിക്കപ്പുറം സാഹിത്യ ലോകത്ത് ഈ പണ്ഡിതന്മാരെല്ലാം, അത് ഈ ഇമാം തൊബരി മുതൽ തുടങ്ങി നേരത്തെ പറഞ്ഞ എല്ലാവരും വിവിധ ശാസ്ത്രീയ, ഇസ്ലാമിക, സാമ്പ്രദായിക, വൈജ്ഞാനിക മേഖലകളിലാവട്ടെ, ശാസ്ത്രീയ മേഖലകളിലാവട്ടെ, എല്ലാവരും ഏറെക്കുറെ നിരവധി രചനകൾ എഴുതിയതായി നമുക്കറിയാൻ കഴിയും. അതുപോലെ തന്നെ സാഹിത്യ രംഗത്തും കലാസാഹിത്യ രംഗത്തും പ്രത്യേകിച്ച് കവിതാ രചനകളിലും അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്ത് നിരവധി പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അൽ ഫറാഹിദി പോലുള്ള, ഇബ്രാഹിം അൽ മൗസിലി, ഇസ്ഹാഖ് മൗസിലി പോലുള്ള നിരവധി കവികൾ ഈ ഒരു കാലഘട്ടത്തെ സാഹിത്യരംഗത്തെ കൂടുതൽ പ്രബലമാക്കി മാറ്റിയിട്ടുണ്ട്. അബുൽ ഫറജ് ഇസ്ഫഹാനി, അബു നുവാസ് ഇവരൊക്കെ പ്രബലരായ കവികളായിരുന്നു. ഇവരുടെ കവിതകളും ഇന്നും അറബ് കോളേജുകളിലും വിവിധ മത സ്ഥാപനങ്ങളിലുമെല്ലാം പഠിപ്പിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ സാഹിത്യരംഗത്തും നിരവധി കോൺട്രിബ്യൂഷൻ അർപ്പിച്ച നിരവധി മഹാന്മാരായ കവികളും അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്ത് തന്നെയാണ് ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട ലോകം തസവുഫിൻ്റെ ലോകമാണ്. സ്വാഭാവികമായും മിസ്റ്റിക്കൽ ഫിലോസഫി രൂപപ്പെടുന്നതിനും അല്ലെങ്കിൽ മിസ്റ്റിക്കൽ റൈറ്റിംഗ് രൂപപ്പെടുന്നതിനും
അതുപോലെ തന്നെ ഒരു ഫിലോസഫി ഇസ്ലാമിക ലോകത്ത് കൂടുതൽ കോംപ്ലിക്കേറ്റഡായ സോഫിസ്റ്റിക്കേറ്റഡായ ഫിലോസഫി രൂപീകരിക്കുന്നതിലും സൂഫിമാരുടെ പങ്ക് അനിഷേധ്യമാണ്. അത് അബുൽ ഹക്കീം തിർമിദിയെ പോലുള്ള, റാബിയത്തുൽ അദവിയെ പോലുള്ള, അതുപോലെ തന്നെ ബായസീദ് ബിസ്താമി, മൻസൂർ ഹല്ലാജിനെ പോലുള്ള നിരവധി പണ്ഡിതന്മാർ, സൂഫി പണ്ഡിതന്മാർ അവരുടെ രചനകളിൽ, ഖുശൈരിനെ പോലുള്ള നിരവധി പണ്ഡിതന്മാരുമെല്ലാം സൂഫി മിസ്റ്റിസിസം അല്ലെങ്കിൽ ഒരു ഫിലോസഫി, ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾ കൂടുതൽ പവർഫുള്ളാക്കി മാറ്റുവാനും അല്ലെങ്കിൽ കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആക്കി മാറ്റുവാനും ഒരുപക്ഷെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കി മാറ്റുവാനും ഈ ചിന്തകളിലൂടെ, ഈ സൂഫി പണ്ഡിതന്മാരുടെ ചിന്തകളിലൂടെയും അവരുടെ രചനകളിലൂടെയും സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ അബ്ബാസി കാലഘട്ടത്തിലെ സാഹിത്യ ലോകം വളരെ വൈവിധ്യം നിറഞ്ഞതായിരുന്നു. സൂഫികളുടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡായ ഫിലോസഫി മിശ്രിതമായ ഒരു സാഹിത്യ ലോകം, അതിൽ ആത്മീയതയും അതിൽ ചിലപ്പോൾ പൊളിറ്റിക്കൽ ഫിലോസഫിയും ചിലപ്പോൾ ഇൽമുൽ കലാം അടക്കമുള്ള വിവിധ ലോകങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഫുഖഹാക്കളുടെ ശരീഅത്ത് കേന്ദ്രീകൃതമായ നിരവധി രചനകൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ മുഅ്തസിലി, അശ്അരി ചിന്തകളുടെ നിരവധി പണ്ഡിതന്മാരുടെ രചനകൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണുവാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ തന്നെ നിരവധി ഇൽമുൽ കലാമിൻ്റെ ഗ്രൂപ്പുകളും രൂപപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അത് മുർജിഈ ഗ്രൂപ്പുകൾ, ജഹ്മി ഗ്രൂപ്പുകൾ, ഖാദിരി ഗ്രൂപ്പുകൾ അടക്കമുള്ള ഇൽമുൽ കലാമിൻ്റെ മുഅ്തസിലി, മാതുരീദി, അശ്അരി ഗ്രൂപ്പുകൾക്കപ്പുറം വേറെയും ചില ഗ്രൂപ്പുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഖവാരിജികൾ അടക്കം അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമായി നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഖവാരിജികളും ഷിഈ വിഭാഗങ്ങളും അഹ്ലു ബൈത്തിൻ്റെ സപ്പോർട്ടേഴ്സായ പണ്ഡിതന്മാരുമെല്ലാം അവരുടെ ചരിത്രകാരനുമെല്ലാം അബ്ബാസി ഖിലാഫത്തിൻ്റെ വൈജ്ഞാനിക മേഖലകളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ അബ്ബാസി ഖിലാഫത്തിൻ്റെ ചരിത്ര രചന തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാരണം അബ്ബാസി ഖിലാഫത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരുമെല്ലാം ഏകദേശം അവർക്ക് പറ്റുന്ന ഒരു പാർട്ടിസൺ അപ്രോച്ചായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതായത് അവരോട് ചേർന്ന് നിൽക്കുന്ന ഭരണകൂടത്തെയോ ഭരണ വിഭാഗത്തെയോ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ചരിത്രം എഴുതുന്ന ഒരു നിലപാട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഹിസ്റ്ററിയിൽ കൂടുതൽ സെക്ടേറിയനിസം, ഷിഈ വിരുദ്ധത അല്ലെങ്കിൽ അമവി വിരുദ്ധത, അബ്ബാസി വിരുദ്ധത, ഫാത്തിമി, മംലൂക്കി, സെൽജൂക്കി വിരുദ്ധത അല്ലെങ്കിൽ തുർക്ക് വിരുദ്ധത എല്ലാം ഈ അബ്ബാസി കാലഘട്ടത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ് പോലും രൂപപ്പെടുവാനും ആ രീതിയിലുള്ള ആശയ സംവാദങ്ങളുമെല്ലാം അബ്ബാസി ഖിലാഫത്തിൻ്റെ വൈജ്ഞാനിക വികാസത്തിനും അതുപോലെ തന്നെ അവർക്കിടയിലുള്ള വിവിധ നയനിലപാടുകളുടെ വ്യത്യാസത്തിനും വൈരുദ്ധ്യത്തിനുമെല്ലാം വഴിതെളിച്ചിട്ടുണ്ട്. ഇങ്ങനെ അബ്ബാസ് ഖിലാഫത്തിൽ തിയോളജി മുതൽ ഫിലോസഫി വരെ, അതിൽ വിവിധ സയൻസ് രംഗത്തെ വിവിധ വികാസങ്ങൾ വരെ നിരവധി മേഖലകളിൽ അബ്ബാസി ഖിലാഫത്തിൽ ജീവിച്ചിരുന്ന നിരവധി പണ്ഡിതന്മാർ അവരുടേതായ കോൺട്രിബ്യൂഷൻ അർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ അബ്ബാസി ഖിലാഫത്തിൻ്റെ ചരിത്രത്തെ മുന്നിൽ വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അബ്ബാസി ഖിലാഫത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആവട്ടെ, അബ്ബാസി ഖിലാഫത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആർക്കിടെക്ചർ മേഖലകളിലാവട്ടെ, അബ്ബാസി ഖിലാഫത്തിൻ്റെ അവരുടെ വൈജ്ഞാനിക വികാസങ്ങളാവട്ടെ, ഈ മൂന്ന് മേഖലകളിലെല്ലാം അബ്ബാസി ഖിലാഫത്ത് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും പവർഫുള്ളായ ഒരു ഖിലാഫത്തായി നിലനിന്നിരുന്നു. നല്ലൊരു മാതൃക അവർക്ക് കാണിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ ആകത്തുക. അസ്സലാമു അലൈക്കും.